ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ 32 വീക്കിലെ സ്കാനിങ്ങിന് പോകാൻ കേട്ടോ. ഒന്നെങ്കിൽ ഇത് ലാസ്റ്റ് സ്കാനാവും, ഇനി എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ മാത്രം ഒരു സ്കാനും കൂടി ഉണ്ടാവും കേട്ടോ. ഇപ്പം അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റില്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ പോണ വഴിക്ക് മഴയുണ്ട് കേട്ടോ. രാവിലെ മുതൽ ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു. ഇന്നലത്തെ കാലാവസ്ഥയെ അപേക്ഷിച്ചിട്ട് ഇന്ന് കണക്ക് കൂട്ടാൻ പറ്റില്ല. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് മഴയാണ്, എന്നാൽ വലിയ കാര്യമായിട്ടുള്ള മഴയില്ല താനും. അപ്പോൾ രാവിലെ ഞാൻ ചേട്ടനും കൂടി മഴയത്ത് പോയിട്ട് നമ്മുടെ ഷുഗറും പിന്നെന്താ നോക്കി യൂറിൻ ബ്ലഡ് ഇത് മൂന്നും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പോണ വഴിക്ക് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങിയിട്ട് വേണം പോവാൻ. 5 മണിക്കാണ് കേട്ടോ സ്കാനിങ്. എനിക്ക് സാധാരണ രാവിലെയാണ് എല്ലാ സ്കാനിങ്ങും കിട്ടാറ്. ഇപ്രാവശ്യം എന്തോ ഇന്ന് 5 മണിക്കാണ് കിട്ടിയത്. എനിക്കാണെങ്കിൽ ഡോക്ടറെ ബുക്ക് ചെയ്തിട്ട് 4:30ക്കാണ് ഡോക്ടറെ കാണാൻ പറഞ്ഞത്. പക്ഷെ സ്കാനിങ് എനിക്ക് 5 മണിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. പോണതിൻ്റെ ഇടയിൽ ഇപ്പോഴത്തെ ന്യൂസിൽ കൊറോണ നമുക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാസ്ക് നിർബന്ധമാണ് അല്ലേ. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ മാസ്ക് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനോട് പോണ വഴിക്ക് 2 മാസ്ക് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വാങ്ങി അങ്ങനെ നമ്മൾ സ്കാനിങ് ചെയ്യാനുള്ള ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പകുതി എടുക്കുള്ളൂ കേട്ടോ. പകുതി അയ്യോ ഞാൻ ഓണാക്കാൻ മറന്നു എന്ന് പറയുന്ന ഡയലോഗ് അടിക്കിട്ടങ്ങ് വരും. അങ്ങനെ അവിടെ എത്തി 5 മണിക്ക് സ്കാനിങ് തന്നെ ഞങ്ങൾ 4:30 ആകുമ്പോൾ ഹാജരായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ വന്നിട്ടില്ല, അപ്പോൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറയാം, നിങ്ങൾ എന്തിനാണ് മാസ്ക് ഇട്ടേക്കണമെന്ന് ചോദിക്കുകയാണ്. മാസ്ക് വാങ്ങിയിട്ട് ആടിയും ഇടാനാണോ മാസ്ക് വാങ്ങിക്കണമെന്നിട്ട് കുറേ ചീത്തൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ മൂപ്പരാൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോക്കി ഒരാൾ മാസ്ക് ഇട്ടിട്ടില്ല, ഡോക്ടർമാർ വരെ മാസ്ക് ഇടാണ്ടാ പോണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞേ അവരുടെ സേഫ്റ്റി അല്ലല്ലോ നമ്മുടെ സേഫ്റ്റി അല്ലേ നമ്മൾ നോക്കേണ്ടത്. അവർ ഇടാതിരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കണമല്ലോ പറഞ്ഞു. അപ്പോൾ പിന്നെ നല്ല കുട്ടിയായിട്ട് വേഗം അങ്ങോട്ട് മാസ്ക് ഇട്ടു കേട്ടോ. ഇനി ഈ സമയം തള്ളി നീക്കാനാണ് മൂപ്പരാൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ സമയം പോകാത്തതിൻ്റെ പേരിൽ ചായ കുടിച്ച് വന്നു കേട്ടോ ഒരാൾ പോയിട്ട്. എന്നോട് വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞു. അപ്പോൾ മൂപ്പരാൾ പോയി ചായ കുടിച്ച് വരുമ്പോൾ ഒരു പാക്കറ്റ് കപ്പലണ്ടി മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിച്ചു. പകുതി ചേട്ടന് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് അപ്പോൾ ഡോക്ടർ വരാത്ത കാരണം 4 നമ്പർ കിട്ടിക്കുന്നത്. അപ്പോൾ 4 വരെ വെയിറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകാൻ. 4:30 വരാൻ പറഞ്ഞതാട്ടോ. ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. 4:30 നേരത്തെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇരിക്കും. ഇനി ഇത് കഴിഞ്ഞ് സ്കാനിങ് 4 ആൾ കഴിഞ്ഞ് 3 ആൾ കഴിഞ്ഞ് 4ാമത്തെ ആൾ ഞാൻ കയറി അതിൻ്റെ റിസൾട്ട് വാങ്ങി ഡോക്ടറെ അടുത്ത് പോയി കാണിച്ച് വരുമ്പോൾ ഇന്ന് രാത്രിയാവും. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കെട്ടിയോ പിന്നെ ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ലുഡു കളിക്കുകയാണ് കുട്ടിക്ക് നേരം പോകണ്ടേ. ശിവ ഉണ്ടെങ്കിൽ ശിവേരെ പിന്നാലെ ഓടി കുറച്ച് നേരം പോകട്ടെ. അപ്പോൾ ശിവേനെ കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യമല്ല. അപ്പോൾ അവൻ്റെ പിന്നാലെ ഓടാനൊന്നും എളുപ്പമല്ല. പിന്നെ ഹോസ്പിറ്റലിലേക്കല്ലേ, അതുകൊണ്ട് അവനെ കൊണ്ടുപോകാറില്ല. അവനെ ഓടി പിടിക്കാനൊന്നും നേരമില്ല കേട്ടോ. ബുദ്ധിമുട്ടാണ് താനും. ചേട്ടൻ എങ്ങനെയെങ്കിലും മാറിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വയറ് വെച്ചിട്ട് അവൻ്റെ പിന്നാലെ ഓടാനൊന്നും എനിക്ക് വയ്യ. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടർ 4ാമത്തെ ആളായി ഞാൻ കയറി എൻ്റെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടിട്ട് ഞാൻ പിന്നെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ഇനി എന്തായാലും റിസൾട്ട് വാങ്ങി പോകുമ്പോഴേക്കും നമ്മളെ നമ്പറൊക്കെ കഴിയും. 23 ആ ഡോക്ടറിൻ്റെ അവിടെ കിട്ടിയേക്കുന്ന നമ്പർ കേട്ടോ. അപ്പോൾ വെയിറ്റിംഗ് ആണ്. സാധാരണ ബില്ലടച്ച് വന്ന് അപ്പം തന്നെ റിസൾട്ട് കിട്ടാറുണ്ട്. ഇതൊട്ടോ കിട്ടണമില്ല. അപ്പോൾ സംശയത്തിലാണ് കേട്ടോ. എന്ത് ചെയ്യും നേരം വഴുകുമോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ സ്കാനിങ്ങിന് പിന്നെ പ്രത്യേകിച്ച് വെള്ളം കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെയും മാസ്ക് ഇറക്കിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയും ചീത്ത പറഞ്ഞു. അപ്പം മാസ്ക് കയറ്റിയിട്ടിട്ട് വേഗം ഓർമ്മയില്ലാണ്ട് പിന്നെ ഇറക്കിയിട്ട് പിന്നെ മൂപ്പരാൾക്ക് ചെറിയ രീതിയിൽ ശ്വാസം മുട്ടേണ്ട ബുദ്ധിമുട്ടായി. കാരണം അങ്ങനെ മാസ്ക് ഇട്ടിട്ടിരിക്കാൻ പറ്റില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ചീത്ത പറഞ്ഞാൽ വേഗം കയറ്റിയിടും. പിന്നെ ലൂട്ട് കളിച്ചിട്ട് കാശ് നേടിക്കൊണ്ടിരിക്കണം മൂപ്പരാൾ ഇരുന്നിട്ട്.
അപ്പം അങ്ങനെ ഫൈനലി നമ്മുടെ റിസൾട്ട് കിട്ടി. വായിച്ച് നോക്കി. റിസൾട്ട് കിട്ടിയപ്പോൾ അങ്ങനെ വായിച്ച് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. വായിച്ച് നോക്കി. ശിവേരയല്ല, ഇതിന് മുമ്പത്തെ എൻ്റെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ നേരെ ഉൾട്ടായിട്ടാ ഈ റിസൾട്ട്. മൊത്തം കാൽക്കുലേഷനൊക്കെ എൻ്റെ ഫുള്ള് തെറ്റിയെന്നും പറയാം. കഴിഞ്ഞ സ്കാനിങ്ങിൽ വെച്ച് നോക്കിയിട്ട് ഇതൊക്കെ തല തിരിഞ്ഞിട്ടാണ് ഇതിൽ വന്നുള്ളത്. ഇനി എന്താവുമെന്നറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോഴും നമ്പർ ആയിണ്ടാകുന്നില്ല കേട്ടോ. ഡോക്ടർ അത്യാവശ്യമായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോയിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ടാണ് ഞാൻ നമ്പറായത്. അപ്പോൾ പിന്നെ കുഞ്ഞു രീതിയിലൊക്കെ പർച്ചേസിങ്ങിൻ്റെ സമയമൊക്കെ ആയല്ലോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ക്രൈ പോയിട്ട് 1-2 സാധനങ്ങളൊക്കെ വാങ്ങി ഉണ്ണിക്കുള്ളത് കേട്ടോ. അപ്പോൾ വാങ്ങി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇപ്പം തന്നെ 8:45 അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഇപ്പോൾ ഷവർമ കഴിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ ഷവർമ ഓർഡർ ചെയ്തു കേട്ടോ. ഞങ്ങൾ പുതിയ എന്താ പറയുക ഡൈനാമിക് ഷവർമ ഓർഡർ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് സാധാ ഷവർമയായിട്ട് കിട്ടിയത്.